ഹലോ ഡ്യൂഡ്സ് ആൻഡ് ഡ്യൂഡേറ്റ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം കുറച്ച് ഒക്കെ ആയി വീഡിയോ ഇട്ടിട്ട്. ഇതെൻ്റെ ആക്ച്വലി സ്കൂട്ടർ പുതിയത് വാങ്ങിയതിൻ്റെ വ്ളോഗാണ്. കുറച്ചൊന്ന് വൈകിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ വീഡിയോ കയറ്റിയിട്ട് എൻ്റെ ലാപ്പ് എന്നെ ചതിച്ചു. എൻ്റെ ലാപ്പ് തന്നെയാണ് എന്നെ ചതിച്ചു. അപ്പോൾ അത് സൈഡായി കേടായി ഇരിക്കുമായിരുന്നു കുറച്ച്. അപ്പം ഡാറ്റ റിട്രീവ് ചെയ്യാൻ പാടായിരുന്നു. അപ്പം അങ്ങനെ ഫൈനലി ഞങ്ങൾ സ്കൂട്ടർ വാങ്ങാൻ തീരുമാനിച്ചു പുതിയത്. വലിയ നമുക്ക് സംശയങ്ങളൊന്നും ഉണ്ടായില്ല, കാരണം ഇതിന് മുന്നേ ഹോണ്ടയുടെ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴും ഹോണ്ടയുടെ തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ 1-ാം മൈലിലെ ഷോറൂമിലാണ് ചെന്നത്. ഞങ്ങളുടെ നിയറസ്റ്റ് 1-ാം മൈലാണ്. അപ്പം 1-ാം മൈലിലെ ഷോറൂമിൽ പോയിട്ട് ശരിക്കും ഡേ 1 ആണ്. ഒരു 3 days എടുത്ത് മൊത്തം ചടങ്ങിന്. അതിലും കൂടുതൽ മാസങ്ങളെടുത്തു ഇത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ഞാൻ ഇങ്ങനെ പല കളേഴ്സൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ അന്തിച്ച് നിൽക്കുവാണ്. നല്ല ഇഷ്ടമായി എനിക്ക് ബ്ലൂ, ഉമ്മിക്കും ഇഷ്ടമായി ബ്ലൂ. പക്ഷെ പിന്നെ അങ്ങനെ അവസാനം കണ്ണ് റെഡിലേക്ക് പോന്നു. അപ്പം കളറിനേക്കാളും മുഖ്യം അതിൻ്റെ ഫീച്ചേഴ്സാണല്ലോ ബിഗിലെ. അപ്പോൾ ഞങ്ങൾ ഫീച്ചേഴ്സൊക്കെ നോക്കണേണ്, അതിൻ്റെ എന്തൊക്കെയാണ് പുതിയ സംഭവങ്ങളൊക്കെ വന്നിട്ട്. ഇതിപ്പോൾ സോക്കറ്റ് മറ്റേ ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ കാര്യത്തോടെ എടുത്തപ്പോഴാണ് മനസ്സിലായത് അത് പുതിയ മോഡൽസിലേ ഉള്ളൂ, ബേസ് മോഡലില്ല. ഞങ്ങൾ ബേസ് മോഡൽ തന്നെയാണ് തീരുമാനിച്ചത്. ഡേ 1 തീർന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ബേസ് മോഡൽ തന്നെയാണ് ലാഭം എന്ന്. കാര്യം മോഡൽ ഹൈ ആയി പോകുമ്പോൾ പൈസ ഹൈ ആയി പോകും, അത്ര കൊടുക്കാൻ വേണ്ടേ നമുക്ക്. അപ്പം അങ്ങനെ ഞങ്ങളപ്പോൾ അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അനലൈസ് ചെയ്ത് അങ്ങനെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ഒരു തീരുമാനമായി ബേസ് മോഡൽ വേണമെന്ന്. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് പച്ചക്കറി വാങ്ങണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് ഞങ്ങൾ നിർത്തി. പച്ചക്കറി വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതേ ആകാശമൊക്കെ ഇരുണ്ട് വന്നേക്കണുണ്ടോ. പിന്നെ ഒരു മഴയായിരുന്നു, നല്ല മഴ. കുറേ നേരം അങ്ങനെ മഴയൊക്കെ പെയ്ത് ഞങ്ങൾ ആ കടയിൽ തന്നെ, പച്ചക്കറി വാങ്ങിയ കടയിൽ തന്നെ ഞങ്ങൾ അങ്ങ് കയറി നിന്ന് സെറ്റാക്കി. കുറേ നേരം കഴിഞ്ഞാൽ മഴയൊക്കെ നിന്നത്. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ടുള്ളൊരു മഴയായിരുന്നു. അപ്പോൾ ആ ഭയങ്കര ചൂടൊക്കെ ഉള്ള സഹിച്ച് പകൽ മുഴുവൻ നടന്ന് വൈകിട്ടൊരു മഴ പെയ്തപ്പം സന്തോഷം സഹിക്കാൻ പറ്റുണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അവിടെ തന്നെ കുറേ നേരം പോസ്റ്റായി നിന്നു എന്ന് തന്നെ പറയാമല്ലോ. കാര്യം മഴ തീരനുണ്ടായില്ല, നിന്ന നിപ്പിൽ പെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിപ്പം ഡേ 2-ലെത്തി. അപ്പം ഡേ 2 ഇത് അടുപ്പിച്ചുള്ള ദിവസങ്ങളല്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ തിങ്ക് ചെയ്യാനും ഒക്കെ കുറച്ച് ദിവസങ്ങളൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ എടുത്തു. ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ വന്നിട്ട് ഞങ്ങൾ തീരുമാനമൊക്കെ എടുത്തു വന്നു. ഇപ്പോൾ സെക്കൻഡ് ഡേക്ക് ഞങ്ങൾ അഡ്വാൻസ് കൊടുക്കാം, ബേസ് മോഡലിന് അഡ്വാൻസ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ബേസ് മോഡലിന് തന്നെ എടുക്കാമെന്ന് ഞാൻ കുറേ ഒപ്പീനിയൻസ് തേടിയപ്പോൾ പലരും പറഞ്ഞു അത് തന്നെ മതി, അതിൻ്റെ അല്ലേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇലക്ട്രിക് വണ്ടി ഞങ്ങൾ ആരുടെയും ഒരു സ്വപ്നത്തിൽ പോലും ഉണ്ടായില്ല. കാര്യം വീട്ടിലാർക്കും താല്പര്യമില്ല. ഇനിയിപ്പോൾ ഈ വണ്ടി ഉമ്മ ഓടിക്കുകയാണെങ്കിലും ഉമ്മയ്ക്കും ഇലക്ട്രിക് വണ്ടി താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി എടുത്തത്, ഫ്യൂവൽ അടിക്കുന്ന വണ്ടി എടുത്തത്. പിന്നെ ഇത് ഇപ്പോൾ ആധാർ കാർഡും അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസോ ആധാർ കാർഡും എനിവേ ഷീ ആസ്ക്ഡ് ഫോർ ആധാർ കാർഡ്. അപ്പം എൻ്റെ ഉമ്മ വാസ് ഷോയിങ് ഹർ ആധാർ കാർഡ് ബിക്കോസ് ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളവിടെ കുറേ കാത്തുകെട്ടി നിന്നു. അപ്പോൾ വരുന്നവരും പോണവരും ഒക്കെ ഇങ്ങനെ ഇതുപോലെ അഡ്വാൻസൊക്കെ കൊടുത്ത് ഒക്കെ പോണതും പിന്നെ പുതിയ വണ്ടി എടുക്കാൻ വന്ന ആളുകളെയും ഷോറൂമിൽ അവരെയൊക്കെ നോക്കി ഞങ്ങൾ ഇരുന്നു. കുറേ നേരം അങ്ങനെ എന്തെങ്കിലും ടൈം പാസ് വേണ്ടേ. അഡ്വാൻസ് കൊടുക്കാനുള്ള പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം അഡ്വാൻസ് ഗൂഗിൾ പേ ചെയ്യുവാണ്. അങ്ങനെ സെക്കൻഡ് ഡേയും കഴിഞ്ഞ് തേർഡ് ഡേയിലേക്ക് കാലെടുത്ത് വെച്ചു. ഞങ്ങൾ ആക്ടിവയുടെ ഷോറൂമിൽ ചെന്ന് അന്നാണ് വണ്ടി എടുക്കേണ്ട ദിവസം. അപ്പോൾ അത് ആ വണ്ടി റെഡ് കളറ് തുണിയൊക്കെ ഇട്ട് മൂടിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഞങ്ങളുടെ വണ്ടിയാണ്. ഞങ്ങളുടെ വണ്ടിയല്ലേ, ഞങ്ങൾക്ക് തൊട്ട് മുന്നേ വരാൻ പോണ ആളുകളുടെ വണ്ടിയാണ്. ഞാൻ അന്ന് നല്ല മഴയായിരുന്നു. ശരിക്കും മഴ ഒരു ഐശ്വര്യമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. എനിക്ക് ഭയങ്കര ഒരു
ശുഭകർമ്മത്തിന് പോകുമ്പോഴൊക്കെ മഴ പെയ്താൽ ഒരു പ്രത്യേക സന്തോഷമാണ്. പക്ഷെ അല്ലാതെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാനല്ലേ തോന്നുള്ളൂ ഒരു പുതപ്പും കൂടി കിട്ടിയാലും. അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പേപ്പർ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ പേപ്പർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇവർ ഇങ്ങനെ സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. റെഡ് തുണിയാക്കിയിട്ട് അവിടുത്തെ നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഷോറൂമായിരുന്നു. അവിടുത്തെ എംപ്ലോയീസിന് ഒക്കെ നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു നമുക്ക് തന്നത്. പിന്നെ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ RC ബുക്ക്, പിന്നെ ആദ്യത്തെ വണ്ടിയുടെ ആദ്യമായിട്ട് വണ്ടിയുടെ ഈ സർവീസിങ്ങിനെ പറ്റി, ആ സർവീസിങ്ങിൻ്റെ ഡേറ്റ്, അപ്പോൾ എന്തോരം കിലോമീറ്റർ ഓടാൻ പാടില്ല, ഇത്രയത്തിൻ്റെ അടിയിലേ ഓടാവുള്ളൂ ഫസ്റ്റ് സർവീസിന് മുന്നേ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ തോരാ ഡൗട്ടായിരുന്നു എനിക്ക്. ഞാൻ കുറേ ഇങ്ങനെ ഡൗട്ട്സ് ചോദിച്ച് അത് ഇൻഷുറൻസിൻ്റെ അതിൻ്റെ ഇതിൻ്റെ എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും അത് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കലാശക്കൊട്ടായി. ഇനി നമ്മൾ റെഡ് തുണി മാറ്റണം, അതിൻ്റെ ചടങ്ങാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നത്. ഞാൻ സ്റ്റാറ്റസിലൊക്കെ ഓരോരുത്തരൊക്കെ ഇതൊക്കെ വാങ്ങുമ്പോഴൊക്കെ സ്കൂട്ടറും കാറൊക്കെ വാങ്ങുമ്പോഴൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു സ്വന്തമായിട്ട് ഇതിലുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സ്വന്തമായിട്ട് അങ്ങനെ തുണി മാറ്റാൻ വേണ്ടിയിട്ട് സ്കൂട്ടറിൻ്റെ തുണി. അപ്പം പിന്നെന്താണ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ റെഡിലായിരുന്നു ഞങ്ങളുടെ കണ്ണ് പറ്റിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റെഡ് തന്നെ ചൂസ് ചെയ്തത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബേസ് മോഡലാണ്. ബിക്കോസ് പോകുന്തോറും പൈസ കൂടും, മേളിലേക്ക് പോകുന്തോറും. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി. പിന്നെ ഞാനും ഉമ്മയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യം ഞാനും ഉമ്മയും ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിരുന്നു ഈ സ്കൂട്ടർ കറക്റ്റ് കണ്ടുപിടിക്കുന്നതിൽ. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, ഇതിനൊരു സ്ലോട്ടുണ്ട്, നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പാകത്തിൻ്റെ സ്ലോട്ടിൻ്റെ സ്പേസ് വിട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ആ ചാർജിങ്ങിൻ്റെ ആ സാധനം പോർട്ട് വെച്ചിട്ടില്ല അതിനകത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് ബേസ് മോഡലിൽ ഇങ്ങനെ അവർ വെറുതെ ഹോള് വെറുതെ ഇടുകയുള്ളൂ, മേളിലേക്കുള്ള മോഡൽസിലാണ് അവർ കറക്റ്റ് ഹോൾസിൽ പോർട്ടൊക്കെ വെച്ച് തരുന്നതെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും വിലയുടെ സ്കൂട്ടർ വെക്കാൻ പറ്റില്ല. ഫോൺ നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്താൽ പോകാമല്ലോ. പിന്നെ ഞാൻ ട്രയൽ റൺ എടുത്തിരുന്നു. ട്രയൽ റണ്ണിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ട്രയൽ റണ്ണിൽ എനിക്ക് വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് പിടിച്ചു. ചെളിയൊക്കെ ഉള്ളൊരു ഗ്രൗണ്ട് തൊട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇട്ടിട്ട് ഞാൻ ഓടിച്ച് നോക്കി. ഇതെനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട്, എല്ലാം നൈസായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരേ ഒരു സംഭവം എന്ന് വെച്ചാൽ TVS ജുപ്പിറ്ററിൻ്റെയൊക്കെ നല്ല ട്രങ്ക് സ്പേസ് ഉണ്ടാവുമല്ലോ, ഇതിന് സാധാ ട്രങ്ക് സ്പേസ് ഉള്ളൂ, ഇനോമസ് ട്രങ്ക് സ്പേസ് ഇല്ല. പിന്നെ മാത്രമല്ല നമുക്ക് വണ്ടിയിലിരുന്ന് തന്നെ ഫ്യൂവൽ അടിക്കാൻ പറ്റും, ബാക്കിൽ ഓപ്പൺ ചെയ്ത് അടിക്കാൻ പറ്റുന്ന. അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ്. ഇഷ്ടപ്പെടാത്ത ഫീച്ചർ ട്രങ്കിൽ സ്ഥലമില്ലാത്തുള്ളൂ, അത് മാത്രമേ ഇഷ്ടപ്പെടാത്തുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫ്രണ്ടിൽ നമ്മളൊരു ബോട്ടിലോ ഫോണോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പാകത്തിന് ഫ്രണ്ടിൽ ഒരു പൗച്ച് പോലത്തെ ഒരു സ്പേസ് ഉണ്ട്, കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ളത്. ഇഷ്ടമില്ലാത്തതൊക്കെ ആയിട്ടുള്ള ഫാക്ടേഴ്സ്.
പിന്നെ എനിക്കിതിൻ്റെ വേറൊരു ഫീച്ചർ ഇഷ്ടമായി. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ബ്ലോക്കിലൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സിഗ്നലിലൊക്കെ നിൽക്കുമ്പോൾ ഫ്യൂവൽ കൺസംഷൻ്റെ ഭാഗമായിട്ട് തനിയെ നമ്മുടെ വണ്ടി ഓഫാവും. എനിക്കിവിടെ ഇപ്പോൾ വരുന്ന എല്ലാ വണ്ടികളിലും അങ്ങനെ ഉണ്ട് അല്ലേ? ആക്റ്റീവയിൽ മാത്രമല്ല വേറെ എല്ലാ വണ്ടികളിലും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പണ്ടൊക്കെ എന്ന് വെച്ചാൽ സിഗ്നലിൽ കുറേ നേരം നിൽക്കേണ്ടി വരുമ്പോൾ നമ്മളങ്ങോട്ട് മാനുവലി ഓഫ് ചെയ്യുവാണല്ലോ ചെയ്യുന്നത് വണ്ടി. ഇതിപ്പോൾ മാനുവലി വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ആയിക്കോളും. ഇത്ര സെക്കൻഡ്സ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് തന്നെ ഓഫാവും, ഏത് വണ്ടി മൂവ് ചെയ്യില്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ. അപ്പം അതൊരു ഫ്യൂൽ കൺസംഷൻ്റെ ഒരു അതിലേക്കുള്ളൊരു മെയിൻ സ്റ്റെപ്പായിട്ട് തന്നെ എനിക്ക് തോന്നി. നല്ലതായിട്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് തോന്നിയത് ഈ വണ്ടിയിൽ. അതും ഒരു ഹൈലൈറ്റാണ്. ബാക്കിയും കുറേ ഹൈലൈറ്റ്സ് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ. എൻ്റെ ഉമ്മി തന്നെ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കണം എന്നായിരുന്നു എൻ്റെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം. പക്ഷെ ഉമ്മി സമ്മതിച്ചില്ല. ഉമ്മി പറഞ്ഞു ഉമ്മിക്ക് ടെൻഷനാണ്. കുറേ നാളായി, കുറേ കൊല്ലങ്ങളായി ഉമ്മി വണ്ടി ഓടിച്ചിട്ട്. അപ്പോൾ വീണ്ടും വണ്ടി എടുക്കാൻ ഞാൻ നന്നായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഉമ്മിക്ക് ടെൻഷനായിട്ട് ഇപ്പോൾ വേണ്ട, ഇന്ന് വേണ്ട എന്ന് പറഞ്ഞ് എടുപ്പിച്ചില്ല. എന്നെക്കൊണ്ട് തന്നെ എടുപ്പിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കി നേരെ മീൻ വാങ്ങാൻ ഞങ്ങൾ പോയി. സ്പെഷ്യൽ മീൻ നമ്മളവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ സ്പെഷ്യൽ മീനൊന്നും അല്ല, എല്ലാവർക്കും കൊടുക്കണ മീൻ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച് എടുത്തു വെച്ച്, അത്രേ ഉള്ളൂ. അപ്പോൾ അതാ കണ്ട, അങ്ങനെ വണ്ടിയിൽ നിറച്ച സാധനങ്ങളായി. മറ്റേ തൂക്കി വെച്ചേക്കണ എന്താണെന്ന് ഞാൻ തന്നെ മറന്നുപോയി. കുറേ പച്ചക്കറി വീണ്ടും വാങ്ങിയതായിരുന്നു. പിന്നെ ഇതാ കണ്ട, ഇതാണ് വണ്ടിയുടെ കോലം. വണ്ടിയുടെ സൈഡിൽ കണ്ട കുറേ അപ്പുറത്തെ തൊടിയിൽ നിന്നിരുന്ന 2 ചെടിയൊക്കെ ഉമ്മി പറിച്ച് അതിൻ്റെ ആ കമ്പാർട്ട്മെൻറ്റ്, ഇത് വെള്ളം വെക്കണ കമ്പാർട്ട്മെൻറ്റിൽ വെച്ചേക്കണുണ്ട്. ഫുള്ള് എന്നിട്ട് മണ്ണൊക്കെ ആയിരുന്ന കമ്പാർട്ട്മെൻറ്റിൽ പുതിയതായിട്ട് വാങ്ങിയ വണ്ടിയാണ്. കോലം കണ്ട, ഇങ്ങനെ ഇരുന്ന വണ്ടിയാണ്. നമ്മൾ ഇറക്കി കൊണ്ടുപോയി മറ്റേ പാണ്ടിലോറി പോലെയാക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.